മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗ്യാസ് ബർണറിൻ്റെയൊക്കെ അകത്ത് പൊടിയൊക്കെ കയറിയിട്ട് ഗ്യാസൊക്കെ ലീക്ക് ആകാറുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നൂല് പോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഒരു പീസ് അതിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ കത്രിക വെച്ച് നൂല് പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബർണറിനകത്ത് ബ്രഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതേതാണ്ട് ഇത് വെച്ച് നമുക്ക് ആ ഹോളിനകത്തോട്ട് കുത്തി ഇറക്കാം. കണ്ടോ. അപ്പോൾ അതേപോലെ കൊച്ചു കൊച്ചു ഹോളാണല്ലോ എല്ലാം. അപ്പോൾ അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറി ഇരുന്നിട്ട് ഗ്യാസ് ലീക്ക് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്തുള്ള ആ ബ്ലോക്കെല്ലാം മാറി കിട്ടും. അതായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് പറ്റും. നോബിനകത്തൊക്കെ അഴുക്ക് കയറിയിരിക്കാറുണ്ടല്ലേ. അപ്പം ഇതേപോലെ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം കയറിയിട്ട് നമുക്ക് ബ്രഷോ കാര്യങ്ങളോ ഒന്നും അതിനകത്തോട്ട് ഇടയിലോട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രയോജനമാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ഉരച്ച് എടുക്കുകയാണെങ്കിൽ അഴുക്കും പൊടിയെല്ലാം പോയി കിട്ടും. ഇപ്പം ഞറിയൊക്കെ അരച്ചിട്ട് അതിനകത്തൊക്കെ അരപ്പ് വീണിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ കയറിയിരുന്ന് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരിയിരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ നാക്കി കൊടുക്കുക. അതിൻ്റെ നമ്മുടെ കറിയുടെ എല്ലാ വെള്ളമൊക്കെ പോകുമ്പോഴത്തേനും അവിടെ വന്ന് ബ്ലോക്ക് ആകാറുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് എല്ലാം ചിരണ്ടി കളയാനായിട്ട് പറ്റും. കാരണം അരപ്പ് വീണിട്ട് ഉണങ്ങിയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നെയിൽ കട്ടർ പെട്ടെന്ന് ഇതേപോലെ മൂർച്ചയാക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റിപ്പിനകത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നെയിൽ കട്ടർ മൂർച്ച കൂട്ടാൻ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നഖം കണ്ടിക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡൊക്കെ മൂർച്ച കൂട്ടണമെങ്കിൽ ഇത് കുറച്ച് ഇതേപോലെ ഒന്ന് പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി. നല്ല രീതിയിൽ ബ്ലേഡ് മൂർച്ച കൂടി കിട്ടും കേട്ടോ. ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് ഒറ്റ കറക്ക്. അപ്പോൾ നല്ല രീതിയിൽ ബ്ലേഡ് മുറിച്ച് കൂടി കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാം കേട്ടോ. കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഫ്രൈ പാൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ കരിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതും കുറച്ച് ഡിഷ് വാഷും ഒന്ന് ഒഴിച്ചിട്ട് ബാക്കൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കർ എന്നും ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ എപ്പോഴും ലൂസ് ആകാറുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂ ലൂസായി വരികയാണെങ്കിൽ നമ്മൾ ഗുളിക എടുത്തതിൻ്റെ സ്ട്രിപ്പിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, ആ പ്ലാസ്റ്റിക് കഷ്ണം ഉണ്ടോ, അത് ഇതിനകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ സ്ക്രൂവിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കുക. ഇതിനകത്തുനിന്ന് പൊളിച്ചെടുത്തതാണ് ഇത് കണ്ടോ. ഇതേപോലെ ഒറ്റ പീസ് മാത്രം മതി. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്ക്രൂ അതിനകത്തോട്ടൊന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മുറുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ കുറേ നാളത്തേക്ക് നമ്മൾ അടുപ്പത്ത് വെക്കുന്നതല്ലേ. അപ്പം വേറെ ഒന്നും പോലെ അതൊന്നും ഉരുക്കി പോകത്തേന്നുമില്ല. അതിനകത്ത് പിടിച്ചിരുന്നോളും. നല്ല രീതിയിൽ നമുക്ക് മുറുക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഒന്ന് മുറുക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും ഇളകി പോകത്തില്ല. മറ്റേത് നമ്മൾ കുറച്ച് മുറുക്കിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇളകാറുണ്ട്. ഇതാകുമ്പം അങ്ങനെ സംഭവിക്കത്തേ ഇല്ല. എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ അങ്ങ് ഇരുന്നോളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതേപോലെ ഒന്ന് നല്ലോണം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് മുറുക്കി കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഒട്ടും ലൂസാവില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് മുറുക്കി എടുക്കാനും പറ്റും.